നമസ്കാരം. ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരം ആയാലോ. അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം. കൂടെ തന്നെ 3 ഏലം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ടൊരു മിക്സിംഗ് ബൗൾ എടുക്കുക. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വച്ചേക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യ്ക്ക് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാലും മതിയാകും. ഇതുപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ ചേർത്ത നെയ്യും പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇതിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാരയല്ലേ ചേർത്തത്. പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സാക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര ചേർത്താലും മതിയാവും. പക്ഷേ കുറച്ചേറെ സമയം എടുക്കണം ആ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ എടുത്ത നെയ്യ് നല്ല കട്ടിയായിരുന്നു. നെയ്യ് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തെടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദമാവ് വേണമെങ്കിലും ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദമാവും 1 കപ്പ് ഗോതമ്പ് പൊടിയും അങ്ങനെയും വേണമെങ്കിലും ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ മൈദമാവിനെക്കാട്ടിലും ഗോതമ്പ് പൊടിയാണ് കുറച്ചും കൂടി നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതായത് സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ചേർത്ത ഒരു 1/4 കപ്പ് വെള്ളവും പിന്നെ നെയ്യും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. കഴിയുന്നത് നെയ്യ് തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണേ. നെയ്യ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുക. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ്റെ സമയമാണ് അല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കഴിക്കുകയും ചെയ്യാം. ഇതിൽ ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമായിരിക്കും. മധുര പലഹാരങ്ങളാണല്ലോ അവർക്ക് ഇഷ്ടം അല്ലേ. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ഗോതമ്പ് പൊടി മാത്രം എടുത്തുകൊണ്ടാണ് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത്. മൈദമാവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടിയേനെ. അതുപോലെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല, കാരണം ഓരോ ഗോതമ്പ് മാവ് അനുസരിച്ചിരിക്കും. ഇത് കുറഞ്ഞതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കും. അന്നേരം കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നോക്കുക, മുന്നത്തെ കാട്ടിലും മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതുപോലെ കുറച്ച് മാവ് എടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് ചപ്പാത്തിക്കൊക്കെ മാവ് നിരത്തുന്ന മാതിരി നിരത്തിയെടുക്കുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് റഫായിട്ട് നിരത്തിയെടുത്താൽ മതിയാകും. നിരത്തിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിക്കായിരിക്കണം നിരത്തിയെടുക്കേണ്ടത്. അതുപോലെ ഒരു നൈഫ് എടുത്തതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സൈഡൊക്കെ എടുത്ത് മാറ്റാം. അടുത്ത പ്രാവശ്യം മാവ് നിരത്തുമ്പോൾ ഇതും കൂടെ ചേർത്തിട്ടാണ് മാവ് നിരത്തേണ്ടത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കുക. ഒന്നുകിൽ സ്ക്വയർ ഷേപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഷേപ്പോ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. 2 ടൈപ്പും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഡയമണ്ട് ഷേപ്പും സ്ക്വയർ ഷേപ്പുമായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഡയമണ്ട് ഷേപ്പായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയമണ്ട് ഷേപ്പായിട്ട് കിട്ടും. അതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അടുത്ത സെറ്റ് മാവും ഇതുപോലെ നിരത്തിയെടുക്കുക. എക്സ്ട്രാ വരുന്ന മാവ് അടുത്ത പ്രാവശ്യം നമ്മൾ മാവ് നിരത്തുമ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നിരത്തിയെടുക്കേണ്ടത്. പ്രാവശ്യം സ്ക്വയർ ഷേപ്പായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിരത്തിയെടുക്കുമ്പോൾ ഒത്തിരി തിന്നാക്കാതെ കുറച്ച് കട്ടിക്കായിരിക്കണം നിരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ അപ്പോൾ ബാക്കിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ മാവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അവരും കൂടെ കൂട്ടാൻ കേട്ടോ. അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും. ഈ ഒരു തിക്നെസ് ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് തീരാറാവുമ്പോൾ തന്നെ കുറച്ച് എണ്ണയും കൂടി ചൂടാകാനായിട്ട് വെക്കണേ. അന്നേരം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, എണ്ണയിലിടുമ്പോൾ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മാവ് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി എന്നുള്ളതാണ്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ 1-2 ബാച്ചായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റാം.
ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എന്തുകൊണ്ടും നല്ലതാണ്. സമയം കിട്ടുമ്പോൾ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഒരു ടിന്നിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ കേടാവാതിരിക്കും. പിന്നെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടോടെ തന്നെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടി തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അടുത്ത പ്രാവശ്യം മാവിടുമ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ടാണ് അടുത്ത സെറ്റ് മാവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളത്. എല്ലാം ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അൺഹെൽത്തി ആണെന്ന് തോന്നാം, എങ്കിലും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കറുമുറ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ വെക്കേഷൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ കേടാവാതിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. ഇതിൽ ചേർത്ത എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്